സോ നമുക്ക് അടുത്തത് പഠിക്കാനുള്ളത് നമ്മൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് പല പല ഡ്യൂട്ടീസ് ഉണ്ട്. സോ നമുക്ക് ഈ ഷിഫ്റ്റിന് പറയുന്നതാണ് ഷിഫ്റ്റ്, ഡ്യൂട്ടിക്ക് പറയുന്നതാണ് ഡീൻസ്റ്റ്, ഡ്യൂട്ടി പ്ലാന് പറയുന്നതാണ് ഡീൻസ് പ്ലാൻ അല്ലെങ്കിൽ ഷിഷ് പ്ലാൻ. മോർണിംഗ് ഷിഫ്റ്റിന് പറയുന്നതാണ് ഫ്രൂ ഷിഫ്റ്റ്. ഉച്ച കഴിഞ്ഞിട്ടുള്ള ഷിഫ്റ്റിന് പറയുന്നതാണ് സ്പേറ്റ് ഷിഫ്റ്റ്. നൈറ്റിന് നിങ്ങൾ ഓൾറെഡി ജർമ്മൻ വേർഡ് പഠിച്ചിട്ടുണ്ട് നാറ്റ്. അപ്പം നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു നാക്ക് ഷിഫ്റ്റ്. വീക്കെൻഡ്സ് ഡ്യൂട്ടിയാണ്. ആ വീക്കെൻഡ്സിന് പറയുന്നതാണ് വോഹനൻ്റെ ഡീൻസ്. ഡ്യൂട്ടി ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടിക്ക് പറയുന്നതാണ് ചേഞ്ച് ഓഫ് ഡ്യൂട്ടിക്ക് പറയുന്നത് ഊബഗാബെ. തൊണ്ട കൊണ്ട് വേണം പ്രൊനൗൺസ് ചെയ്യാനായിട്ട്. ഊബഗാബെ. നിങ്ങൾ ആദ്യമായിട്ട് വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മിക്കവർക്കും അവിടെ നിൽക്കുന്നവർക്ക് നിങ്ങളെ അറിയത്തില്ല. നിങ്ങളിപ്പോൾ സ്പ്രിംഗപ്പൂളിൽ നിന്ന് വന്നതാണോ അതോ വേറെ വാർഡിൽ നിന്ന് സബ്ലെറ്റ് ആയിട്ട് വന്നതാണോ, ഇങ്ങനെ ഒരു പരിപാടി നമുക്ക് അറിയാം. സോ നമ്മളൊരു വാർഡിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ആദ്യം പറയാം, നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും വിഷ് ചെയ്യാൻ ശ്രമിക്കുക. അതിവിടെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ അപ്പോൾ കുറ്റമോകം പറയാം. ഫ്രൂഡീൻസിന് വരുന്നവരാണ് അഥവാ മോർണിംഗ് ഷിഫ്റ്റിന് വരുന്നവരാണ് കുറ്റമോകം പറയാം. ഇപ്പോൾ സ്വിഷനായിട്ടുള്ള സമയത്ത് വരുന്നവരാണെങ്കിൽ എന്ത് പറയാം, കുറ്റൻ ടാഗ് പറയാം. സോ ഇപ്പം ഞാനാണെങ്കിൽ എന്ത് പറഞ്ഞു, കുറ്റൻ ടാഗ് അല്ലെങ്കിൽ കുറ്റൻ മോഗൻ ഇഷ് ബിൻ ടീനു അല്ലെങ്കിൽ ഇഷ് ബിൻ ഫ്ലേഗെ ടീനു എന്ന് പറയാം. അപ്പോൾ അവർക്കറിയാം ഓക്കെ ഐ ആം നേഴ്സ് ടീനു. സോ നേഴ്സാണെന്നുള്ളത് മനസ്സിലാകും. നമ്മൾ എന്തിനാ വന്നതെന്നും കൂടെ പറയണ്ടല്ലോ. അപ്പം നമ്മൾ പറയാം ഇഷാബെ ഹോയിറ്റെ ഫ്രൂഡീൻസ്, എനിക്കിന്നിവിടെ മോർണിംഗ് ഷിഫ്റ്റാണ്. നമുക്കിതിന് ശേഷം അവിടെ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഡീൻസ് പ്ലാൻ എവിടെയെന്ന്, മീൻസ് ഷിഫ്റ്റ് എഴുതിയ പ്ലാൻ എവിടെയെന്ന് തോന്നും. അപ്പോൾ നമുക്ക് എന്താ വോയിസ് ഡീൻസ് പ്ലാൻ. ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ വന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പറയാം ഇഷ് ബിൻ ടീനു ഇഷ് മാഹ ഹൗസ് ബിൽഡിംഗ്. ഞാൻ എൻ്റെ പേര് ടീനു എന്നാണ്, അല്ലെങ്കിൽ ഞാനിവിടെ ഹൗസ് ബിൽഡിംഗ് ചെയ്യുവാണ്. സോ അപ്പോൾ അവർക്ക് മനസ്സിലാവും ഓക്കെ ഇതൊരു ഷൂളറാണെന്നുള്ളത്. ഇനി നമുക്ക് വളരെ അത്യാവശ്യമായ കുറച്ച് മെഡിക്കൽ വേർഡ്സ് അവിടെ നമ്മൾ വാർഡിൽ യൂസ് ചെയ്യുന്ന ഒരു 5-6 മെഡിക്കൽ വേർഡ്സ് പഠിക്കാം. ഒരു പേഷ്യൻ്റ് ആദ്യമായിട്ട് നമ്മുടെ വാർഡിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നതാണ് അഡ്മിഷൻ ഇൻ്റർവ്യൂ. അതിന് പറയുന്നതാണ് അഡ്മിഷൻ ഇൻ്റർവ്യൂവിന് പറയുന്നതാണ് ഔഫ്നാമെ ഗെഷ്പ്രേഹ്. എസ് നമ്മൾ കൊടുക്കുന്നതിന് പറയുന്നതാണ്, മീൻസ് എസ് പേഷ്യൻറ്റിന് കൊടുക്കുന്നതിന് പറയുന്നതാണ്, വാരി കൊടുക്കുന്നതല്ല, അല്ലാതെ കൈ കൊടുക്കുന്നതിന് പറയുന്നതാണ് എസ് എൻ ടൈലൻ. വാരി കൊടുക്കുന്നതിന് പറയുന്നതാണ് എസ് എൻ ഫ്യൂട്ടേൺ. ഇപ്പം നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് മിക്കവാറും ചില വേർഡ്സിൽ നഴ്സുമാരുടെ തന്നെ ഡ്യൂട്ടിയാണ് ഈ ഭക്ഷണം കഴിച്ച് പാത്രം എടുത്ത് ഒരു വണ്ടിയിൽ വെക്കുക. അതിന് പറയുന്നത് വാഗൻ, എസ് എൻ വാഗൻ എന്ന് പറയും. ആ എസ് എൻ ക്ലീൻ ചെയ്യുന്നതിന് പറയുന്നതാണ്, മീൻസ് പാത്രം എടുത്ത് വെക്കുന്നതിന് പറയുന്നത് എസ് എൻ ഔഫ്രോയ്മൻ. നമ്മൾ എസ് എൻ എടുത്ത് ഇപ്പോൾ പറഞ്ഞു എസ് എൻ എടുത്ത് വണ്ടിക്കകത്ത് വെക്കുന്നതിന് പറയുന്നത് എസ് എൻ അപ്രോയ്മൻ. നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യമാണ് ബ്ലഡ് പ്രഷർ ടെമ്പറേച്ചർ എല്ലാം മെഷർ ചെയ്യുക. സോ അതിന് പറയുന്നത് വിറ്റൽ വെർട്ട് മെസൻ. പേഷ്യൻറ്റൻ കൂർ ഷ്രൈവൻ, പാഷ്യൻറ്റൻ കൂർ ഷ്രൈബൻ എന്ന് പറഞ്ഞാൽ പേഷ്യൻറ്റിൻ്റെ ഡോക്യുമെൻ്റ് ചെയ്യുന്ന എഴുതത്തില്ലേ, അതിനാണ് പാഷ്യൻ കൂർവ് എന്ന് പറയുന്നത്. അവസാനം ഡോക്യുമെൻറ്റാസ്യോൺ. എന്തുവാ നമ്മൾ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ എഴുതിയതെല്ലാം കൂടെ എഴുതുന്നതാണ് ഡോക്യുമെൻറ്റാസ്യോൺ. സോ നിങ്ങൾക്ക് കുറേ മെഡിക്കൽ ജർമ്മൻ വേർഡ്സ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മൈൻഡിൽ സ്റ്റോർ ആവും. അത് നിങ്ങൾക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെയധികം ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.